റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബി അൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളിൽ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇത്തക്കും മിനന്നാർ എന്ന് പറയുന്ന 10ലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. റഹ്മത്ത് അള്ളാഹു നൽകി, ആ കാരുണ്യം കൊണ്ട് മഗ്ഫിറത്തും നമുക്ക് ലഭ്യമായി. ഇനി നരകമോചനമാണ് അനിവാര്യമായിട്ടുള്ളത്. ഒരു വിശ്വാസിയുടെ ചിന്തകൾ അതാണ്. അള്ളാഹു നമുക്കും ഈ പറഞ്ഞ വഴിയിലൂടെ നരകമോചനം സാധ്യമാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. നമുക്കറിയാം, നരകം, സ്വർഗം, ഇത് രണ്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ അവരെ കാത്തിരിക്കുന്ന രണ്ട് ഗേഹങ്ങളാണ്. പാരത്രികമായ രണ്ട് പ്രതിഫല രീതികളാണ്. നന്മകളാണെങ്കിൽ നന്മകൾ പ്രതിഫലം അള്ളാഹു നൽകുന്നു. തിന്മകളാണെങ്കിൽ അതിന് കഠിനമായ ശിക്ഷകളും അള്ളാഹു നൽകുന്നു. ഇവിടെ സ്വർഗം, അത് വർണ്ണിക്കാൻ കഴിയാത്ത അത്രമാത്രം അനുഗ്രഹങ്ങളുടെ ഒരു കേദാരമാണ്. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ എങ്ങനെ വർണ്ണിച്ച് എവിടെ അവസാനിപ്പിക്കുമെന്ന് പറയാൻ ആർക്കും കഴിയാത്ത അത്രമാത്രം അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലുള്ളത്. ഞാൻ ഓർത്തു പോകുന്നു, സ്വർഗത്തെ വർണ്ണിച്ച് ഒരു കവി അവസാനം ഇങ്ങനെ പറഞ്ഞു വെക്കേണ്ടി വന്നു: യാ മല്ലഹ ഇന്നൽ മഹാസീന കുല്ലഹ ബിദാരില്ലഹ മാല അലൽ ഖൽബി യഖ്തുറൂ. അദ്ദേഹം സ്വർഗത്തിനെ വർണ്ണിക്കുന്നുണ്ട്. സ്വർഗത്തിലുള്ള അതിൻ്റെ ഭിത്തികളെക്കുറിച്ച്, സ്വർഗത്തിൻ്റെ തറയെക്കുറിച്ച്, സ്വർഗത്തിൻ്റെ മനോഹാരിത അത് ഒരുപാട് വർണ്ണിച്ചു. സ്വർഗത്തിലുള്ള സൗന്ദര്യവതികളായ ഹൂർലിങ്ങളെക്കുറിച്ച് പറഞ്ഞു, സുഭിക്ഷമായ ഭക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഏറെ സ്വാദിഷ്ടമായ പാനീയങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ അത്ഭുതകരമായ ആനന്ദദായകമായ സ്വർഗീയ സമ്പുഷ്ടിയെക്കുറിച്ച്, സ്വർഗീയ മഹത്വത്തെക്കുറിച്ച് വളരെ വാചാലമായി പറഞ്ഞു വെച്ചു. അവസാനം അതുകൊണ്ടൊന്നും എവിടെ എത്തണില്ല എന്ന തോന്നലിൽ അദ്ദേഹം പറയാണ്: യാമൻ ലഹ ഇന്നൽ മഹാസീന കുല്ലഹ. സ്വർഗമെന്ന് പറയുന്ന ആ പവിത്രമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രതിഫലങ്ങളുടെ ആ വിശുദ്ധമായ ആ കൊട്ടാര സമാനമായ, അല്ലെങ്കിൽ അതിനേക്കാൾ പവിത്രമായ സ്വർഗം, ആ സ്വർഗത്തിലാണല്ലോ യാമൻ ലഹ ഇന്നൽ മഹാസീന കുല്ലഹ. എല്ലാ സുഹൃതങ്ങളും, എല്ലാ നന്മകളും, എല്ലാ ആനന്ദങ്ങളും, എല്ലാ കൗതുകങ്ങളും, എല്ലാ വിനോദങ്ങളും എല്ലാം അവിടെയാണ്. അതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്. മനസ്സിന് ആനന്ദം നൽകുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ ഇഷ്ടപ്പെടും. ആ കാഴ്ചകൾ അത് സ്വർഗത്തിലുണ്ട്. നല്ല രസകരമായ പാനീയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടും. ആ പാനീയങ്ങൾ സ്വർഗത്തിലുണ്ട്. നല്ല താരാട്ടുപാട്ടുകൾ, ഇങ്ങനെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ബുദ്ധി കൊണ്ട് ഇഷ്ടപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, രുചികളായി, അതുപോലെ തന്നെ ആസ്വാദനങ്ങളായി, ആകർഷണങ്ങളായി എന്തൊക്കെയുണ്ടോ എല്ലാം ആ സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. അതെല്ലാം ഉള്ളത് ബിദാരിൻ, ഒരു സ്വർഗത്തിലാണ്, ഒരു വീട്ടിലാണ്. യാ മല്ലഹ ഇന്നൽ മഹാസീന കുല്ല ബിദാരിൻ ലഹാ മാല അലൽ ഖൽബി യഖ്തുറു. എന്നിട്ട് പറയാണ്,
ആ സ്വർഗത്തിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ. നിന്റെ ഹൃദയം എന്തൊക്കെ കരുതുന്നുണ്ടോ ആ ഹൃദയത്തിൽ ഉദിച്ചു വരാത്ത അത്രമാത്രം മഹത്വങ്ങൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ, നമ്മളൊരു രുചി ആലോചിക്കുമ്പോൾ ഏറ്റവും നല്ല രുചി ഏതാണ്? ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്ത അഭിരുചികളാകുമ്പോൾ വ്യത്യസ്തങ്ങളായിരിക്കും മറുപടി. ഏതോ ആകട്ടെ, ശരാശരി കലർപ്പില്ലാത്തൊരു ഒറിജിനാലിറ്റിയുള്ള ഒരു രുചി നമുക്ക് തേനിനെ കുറിച്ച് പറയാം. നല്ല തേൻ, പക്ഷെ ആ തേനായിരിക്കും ഒരു പക്ഷെ നമ്മൾ കാണുന്ന അതിൻ്റെ ഒറിജിനൽ നിലനിൽക്കുന്ന കെമിക്കലോ കൂട്ടുകളോ ഒന്നുമില്ലാത്തൊരു രുചി. എന്നാൽ ആ രുചിയല്ല, അതിനേക്കാൾ എത്രയോ ഹൃദയത്തിൽ ഉദിക്കാൻ കഴിയാത്ത ഒരുപാട് രുചികളാണ് സ്വർഗത്തിലുള്ളത്. നമ്മൾ ഇവിടെ കാണുന്ന നല്ല ഒറിജിനൽ അത്തർ, സുഗന്ധം, നിർമ്മിച്ചതല്ലാത്ത അതിന് ഒറിജിനൽ സൃഷ്ടാവ് നൽകുന്ന സുഗന്ധം അതേതാണ്? ഇപ്പം നമ്മുടെ കാഴ്ച നമുക്ക് പറയാനുള്ളത് കസ്തൂരിയാണ്. കസ്തൂരി മാനിൽ നിന്ന് ലഭ്യമാകുന്ന വളരെ അസുലഭമായ, വേണ്ടത്ര കിട്ടാനില്ലാത്ത ഒരു വലിയ അത്തറാണ് കസ്തൂരി. എന്നാൽ ആ കസ്തൂരി അതാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ ഹൃദയത്തിൽ ഉദിച്ചുയരാൻ കഴിയാത്ത അത്രമാത്രം സുഗന്ധം. ഇങ്ങനെ ഇതെല്ലാം അങ്ങനെ ഓരോന്നും നമ്മൾ പരിശോധിച്ചാലും അതെല്ലാം ലഭ്യമാവുക അത് സ്വർഗത്തിലാണ്. അള്ളാഹുവേ, ആ സ്വർഗം ഞങ്ങൾക്ക് തരണേ റബ്ബേ. നോമ്പുകാർക്ക് ഇത് ലഭ്യമാകുമല്ലോ. ശരിക്കും നോമ്പ് നോൽക്കുന്ന ആളുകൾ ഹിസാബോ ഇതൊന്നുമില്ലാതെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി അടിമകൾ എനിക്ക് നോമ്പ് നൽകിയപ്പോൾ രഹസ്യമായി അവർക്ക് ഞാൻ സ്വർഗം നൽകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ കവാടം നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളോടൊപ്പം ഇഷ്ടജനങ്ങളോടൊപ്പം ആ സ്വർഗത്തിൽ പാറിപ്പറക്കാൻ, ആ സ്വർഗത്തിൻ്റെ പരിശുദ്ധമായ അതിൻ്റെ പുഴകൾ, അതിലുള്ള നദികൾ, അതിലുള്ള തേന്, പാല്, എന്തൊക്കെ എല്ലാ മഹത്വങ്ങളും ആസ്വദിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അത് സ്വർഗം ആ രീതിയിൽ നമ്മൾ പറയുമ്പോൾ തൊട്ടപ്പുറത്ത് വിഷയം ഏതാണ്? എത്തുക്കുമിനാർ, നരകത്തിനെ തൊട്ടുള്ള മോചനാണ്. എന്താണ് നരകത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? അത് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത അത്രമാത്രം വേദനാജനകമാണ്, അത്യന്തം ദയനീയമാണ്, ഭയാനകമാണ്. ആളിപ്പകർന്ന തീജ്വാലകളും അതിൽ ശിക്ഷയ്ക്ക് വേണ്ടി സംവിധാനിക്കപ്പെട്ട അനേകായിരം വസ്തുക്കളും. എത്രത്തോളമെന്നറിയോ? ഖുർആനിൽ തന്നെ പറയുന്നുവല്ലോ, അവിശ്വാസികളായ അക്രമകാരികളായ ഇവിടെ വളരെ മോശമായ രീതിയിൽ ജീവിച്ച ആളുകൾ, തിന്മകളുടെ കൂട്ടുകാരായവർ, പിശാചുക്കളുടെ തോഴന്മാരായി ജീവിച്ചവർ, അങ്ങനെയുള്ള ആളുകൾക്ക് നരകമാണ്, ഭയാനകമായ നരകമാണ്. ആ നരകത്തിൽ ആളിക്കത്തുന്ന തീജ്വാലകൾക്കിടയിൽപ്പെട്ട് ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ തോലുകൾ ഉരുകിപ്പോകുമ്പോൾ അള്ളാഹു പകരം വേറെ തോല് കൊടുക്കുകയാണ്. എന്നിട്ട് അതും ഉരുകയാണ്, വേറെ തോല് കൊടുക്കുകയാണ്, അതും ഉരുകയാണ്. എന്ന് പറഞ്ഞാൽ ശിക്ഷ കേവലം ഒരു നാശം കൊണ്ട് അവസാനിക്കുന്നില്ല. അവൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന വളരെ ഭയാനകമായ ശിക്ഷയെക്കുറിച്ചാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഓർത്തു പോവാണ്, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഇഷ്ടപ്പെട്ടൊരു കൂട്ടുകാരനുമായി ഒരു വഴിയോരത്ത് കൂടെ നടന്നു പോകുന്നു. അങ്ങനെ വഴി മധ്യ ഒരു വലിയ പർവ്വതം, ആ പർവ്വതം നോക്കി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നുണ്ട്, അതുകൊണ്ട് കൂട്ടുകാര നീ ആ പർവ്വതത്തോട് ചെന്ന് എനിക്ക് വെള്ളം തരാൻ ആവശ്യപ്പെടണം. ആ പർവ്വതത്തിനടുക്കൽ ചെന്ന് എനിക്ക് വേണ്ടി വെള്ളം ചോദിക്കണം, ആ വെള്ളം കൊണ്ടുവരൂ. നമുക്കറിയാലോ, ഒരുപക്ഷെ അതിശയോക്തിയായി നമുക്കിതൊക്കെ തോന്നിയേക്കാമെങ്കിലും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായ പ്രവാചകർ ഇത് പറയുമ്പോൾ അതിൽ അത്രമാത്രം അത്ഭുതങ്ങളൊന്നുമില്ലല്ലോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. പുണ്യ റസൂലിൻ്റെ വാക്ക് കേൾക്കേണ്ട താമസം ഈ കൂട്ടുകാരൻ നേരെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറുന്നു. ആ പർവ്വതത്തിനടുക്കൽ ചെന്ന് പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം വേണം, അതുകൊണ്ട് വെള്ളം തരൂ. 1-2 തവണ പറഞ്ഞെങ്കിലും യാതൊരു പ്രതികരണവുമില്ല. മൂന്നാമതും കടുപ്പിച്ച രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂലിനാണ് ഞാൻ ചോദിക്കുന്നത്, വെള്ളം തരൂ എന്ന് പറഞ്ഞപ്പോൾ ഒരശരീരി ഉണ്ടായത് ചരിത്രത്താളുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതിങ്ങനെയായിരുന്നു. ആ പർവ്വതത്തിൽ നിന്ന് പറയുകയാണ്,
അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾ അയച്ചോ? എന്നാൽ കേൾക്കണോ, എൻ്റെ മാറിടത്തിൽ ഒരുപാട് വെള്ളങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ജലങ്ങൾ ഞാൻ സൂക്ഷിച്ചിരുന്നു. എൻ്റെ മാറിടത്തിൽ നിലക്കാത്ത പ്രവാഹമായി നല്ല വെള്ളം അതിങ്ങനെ ഇതിൽ അള്ളാഹു എനിക്ക് നൽകിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇന്ന് ഞാനൊരു തുള്ളി വെള്ളവുമില്ലാതെ വരണ്ട് കിടക്കുകയാണ്. എന്നതിന് കാര്യമെന്നറിയോ? അള്ളാഹുവിൻ്റെ ഒരായത്തിറങ്ങിയല്ലോ ഖുർആനിൽ, പരിശുദ്ധ പ്രവാചകനിലൂടെ ഇറങ്ങിയ ഒരായത്തുണ്ട്, നരകത്തെക്കുറിച്ച് പറയാണ്. എന്നിട്ട് വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറക് അത് മനുഷ്യരാണ്, കല്ലുകളുമാണ് എന്ന് വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തിറങ്ങിയില്ലേ. ആളിക്കത്തുന്ന നരകത്തിൻ്റെ തീജ്വാലകൾക്ക് വിറകായി നൽകുന്നത് മനുഷ്യരാണ്, കുറ്റവാളികൾ. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ നന്മക്കെതിരെ മുഖം തിരിഞ്ഞവർ, എല്ലാ മ്ലേച്ഛതകളിലേക്കും ഇറങ്ങിത്തിരിച്ചവർ, എല്ലാ അനീതികളുടെയും മുന്നിൽ നിന്നവൻ, അന്ധകാര നിബിഡമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയവൻ, അങ്ങനെയുള്ള മനുഷ്യരെ അവിടെ വിറകുകളായി നരകത്തിൽ ആളി കത്തിക്കാൻ നൽകപ്പെടുന്നു. അവസാനിച്ചില്ല, വഖൂദുഹന്നാസു വൽ ഹിജാറ, തൊട്ടടുത്ത് പറഞ്ഞത് കല്ലും ആ നരകത്തിന് വിറകുകളാണ് എന്നാണ്. ആയത്തിറങ്ങിയപ്പോൾ ഞാനാകെ വിറച്ചുപോയി. നാളെ കല്ലുകളുടെ കൂട്ടത്തിൽ ഞാനെങ്ങാനും ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നരകത്തിൻ്റെ ആളിക്കത്തുന്ന അത്യന്തം ഭയാനകമായ ആ നരകത്തിൻ്റെ തീജ്വാലകളുടെ വിറകായി നാളെ എന്നെ അതിൽ പെടുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ആകെ വിറങ്ങലിച്ച് എൻ്റെ മാറിടത്തിലുള്ള വെള്ളങ്ങളെല്ലാം വരണ്ടുപോയി വറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ പുനഃറസൂലോട് പറഞ്ഞ സമയം അള്ളാഹുവിൻ്റെ റസൂൽ പ്രതികരിച്ചത്ര കൂട്ടുകാരാ, ഞാൻ നിങ്ങൾ അയച്ചത് അതിൻ്റെ ഗൗരവം അത് തന്നെ പറയുന്നത് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. നരകത്തെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. ഈ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്ന, കോടിക്കണക്കിന് വിശ്വാസികൾക്ക് മോചനം നൽകുന്ന സുദിനങ്ങളാണ് റമളാൻ ഷരീഫിൻ്റെ ഇനിയുള്ള 10 ദിവസങ്ങൾ. ഇതൊരവസരമാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ ഇന്നലകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ആശാവഹമായി ആർക്കാണ് നല്ലൊരു ജീവിതം പറയാനുള്ളത്? നല്ലൊരു ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാർക്കാണ് പറയാൻ കഴിയുക? ഈ മലീമസമായ ജീവിതാന്തരീക്ഷം, ദൈനംദിന ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും അനാവശ്യ വാക്കുകളായി, മോശം പ്രവർത്തനങ്ങളായി, മറ്റൊരുത്തനെ മർദ്ദിച്ചുകൊണ്ട്, അനാവശ്യമായി ചീത്ത വിളിച്ചുകൊണ്ട്, ഇങ്ങനെ കൊള്ളയായി, മദ്യത്തിൻ്റെ ഭാഗമായി, എല്ലാ തിന്മകളുടെയും ഭാഗമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നലെകളെ ഭയത്തോടു കൂടെയല്ലേ നമുക്ക് ഓർക്കാൻ കഴിയൂ? ഈ നമ്മളും മരണശേഷം ഈ രണ്ടിലൊന്ന് നമ്മൾ തരണം ചെയ്യേണ്ടവരാണ്. ഒരുപക്ഷെ നന്മയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്വർഗം, അതല്ലെങ്കിലോ ഞാൻ ഈ പറഞ്ഞ ദാരുണമായൊരു സാഹചര്യം, അവിടെ രക്ഷപ്പെടാൻ നിലവിളിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. അവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല, ഒരു റെക്കമെൻഡും അവിടെ സ്വീകരിക്കാനില്ല. അതുകൊണ്ട് അവിടെ രക്ഷപ്പെടുക എന്നത് ഇവിടെയുള്ള ജീവിതത്തിൻ്റെ ചിന്തകൾക്കനുസൃതമായിട്ടാണ്, ഇവിടെയുള്ള പ്രവർത്തനങ്ങളുടെ രീതിക്കനുസരിച്ചാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു പഴുത്, ഒരവസരം അള്ളാഹു നൽകുകയാണ്. ആ അവസരമാണ് റമളാനിൻ്റെ ഇനിയുള്ള 10 ദിവസങ്ങൾ. അതുകൊണ്ട് വളരെ സജീവമാവുക. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളൊക്കെ ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, റമളാനിൻ്റെ ഓരോ ദിവസം കഴിയും തോറും അത് മഹത്വങ്ങൾ വർദ്ധിക്കുകയാണ്. എന്നാൽ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ നോമ്പിനെയൊക്കെ മറക്കും. അങ്ങനെ പർച്ചേസിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം എന്തിനാണ് റമളാൻ എന്ന ലക്ഷ്യം പോലും മറന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും സഞ്ചരിക്കാൻ ഇടവരുന്നത് കൊണ്ട് ഞാനും നിങ്ങളും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം വളരെ ഗൗരവത്തോടെ ഓർക്കുകയും വളരെ ശക്തമായി തന്നെ ഈ ദിവസങ്ങൾ ആരാധനകളിലൂടെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നരകമോചനം സാധ്യമാക്കാനുമുള്ള തീവ്രമായ പരിശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. കരുണക്കടലായ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.